JEE മെയിൻ എക്സാമിന് ചോദിച്ചുള്ള ചോദ്യങ്ങളാണിവ. ഞാനിവിടെ ഓരോ സിമ്പിൾ സ്റ്റെപ്സും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ്. മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റെപ്സ് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം നോക്കൂ. എഫ് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്. ഫ്രം r-0 to r. 3fx plus 2f of 1/x equals 1/x minus 10 ആണ്. മോഡുലസ് ഓഫ് f of 3 plus f dash 1/4 കാണണം. അപ്പം നമുക്ക് 3f of x plus 2f of 1/x equals 1/x minus 10നെ ഇക്വേഷൻ 1 എന്നെടുക്കാം. x equals 0 ഒഴിയുള്ള എല്ലാ വാല്യൂസിനും ഫംഗ്ഷൻ ട്രൂ ആണ്. അപ്പം നമുക്ക് xനെ റീപ്ലേസ് ചെയ്ത് 1/x കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാകും? 3f of 1/x plus 2f of x equals x minus 10. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി ഇവ സോൾവ് ചെയ്യാം. അതിനെന്ത് ചെയ്യണം? ഇക്വേഷൻ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9fx plus 6f of 1/x equals 3/x minus 30. അതിന് ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. ഇതുപോലെ ഇക്വേഷൻ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6f of 1/x plus 4f of x equals 2x minus 20. ഇക്വേഷൻ 4. ഇനി എന്ത് ചെയ്യണം? ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4. അപ്പോൾ 5f of x equals 3/x minus 2x minus 10. Therefore, fx equals 1/5 into 3/x minus 2x minus 10. ഇനി നമുക്ക് f dash x കാണാം. f dash x equals 1/5 into minus 3/x square minus 2. നമുക്ക് വേണ്ടത് f of 3യും f dash 1/4ഉം അല്ലേ? ഇനി അവ കാണാം. അപ്പോൾ f of 3 equals 1/5 into 1 minus 6 minus 10 equals minus 3. ഇതുപോലെ f dash 1/4 equals 1/5 into minus 3 by 1/4 whole square, അതായത് 1/16. അപ്പോൾ 16 ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ അല്ലേ? അപ്പോൾ ഇൻറ്റു 16 minus 2 equals minus 10. ഇനി മോഡുലസ് f of 3 plus f dash 1/4 equals മോഡുലസ് minus 3 minus 10 equals 13. ആൻസർ 13. അടുത്ത ചോദ്യം നോക്കൂ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കണം അല്ലേ? fx equals x³ minus x square f dash 1 plus x f2 dash 2 minus f3 dash 3. ഇവിടെ f dash 1 f2 dash 2 f3 dash 3 ഇവ കോൺസ്റ്റൻ്റ് ആണല്ലോ. അവയ്ക്ക് പകരം നമുക്ക് a b c എന്ന് കൊടുക്കാം. അപ്പോൾ f dash 1 equals a, f2 dash 2 equals b, f3 dash 3 equals c. അപ്പോൾ fxനെ എങ്ങനെ എഴുതാം? fx equals x³ minus ax square plus bx minus c. ഇനി f dash x കാണാം. f dash x equals 3x square minus 2ax plus b. ഇനി f2 dash x കാണാം. അപ്പോൾ 6x minus 2a. അടുത്തത് f3 dash x equals 6. അപ്പോൾ c equals 6 അല്ലേ? xന് 3 കൊടുക്കുമ്പോൾ വേരിയബിൾ ഇല്ലല്ലോ, അതുകൊണ്ട് 6. അടുത്തത് b equals f2 dash 2 equals xന് 2 എന്ന് കൊടുക്കുമ്പോൾ 6 into 2 minus 2a, 12 minus 2a. ഇനി a equals f dash 1 equals 3 minus 2a plus b. bക്ക് പകരം നമുക്ക് 12 minus 2a കൊടുക്കാമല്ലോ. അപ്പോൾ 3 minus 2a plus 12 minus 2a. അപ്പോൾ 5a equals 15, a equals 3. a 3 ആകുമ്പോൾ b equals 12 minus 2 into 3 equals 6. Therefore, fx equals x³ minus 3x square plus 6x minus 6. അപ്പോൾ fx കിട്ടി. ഇനി ഓപ്ഷൻസ് നോക്കൂ. f of 0, f of 1, f of 2, f of 3 ഇവ കാണണം. അപ്പോൾ f of 0 equals minus 6. f of 1 equals 1 minus 3 plus 6 minus 6 equals minus 2. f of 2 equals 8 minus 12 plus 12 minus 6 equals 2. f of 3 equals 27 minus 27 plus 18 minus 6 equals 12. അപ്പോൾ തന്നിരിക്കുന്നതിൽ 2f of 0 minus f of 1 plus f of 3 equals minus 12 plus 2 plus 12 equals 2 equals f of 2. അപ്പോൾ ആൻസർ സി അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. ഇവിടെ 1 plus dy by dx whole square by d square y by dx square at t equals pi/4 കാണണം. h equals 2 root 2 cos t root of sin 2t. നമുക്ക് dx by dt കാണാം. dx by dt equals 2 root 2 cos t into derivative of root of sin 2t 1/2 root of sin 2t into sin 2tയുടെ ഡെറിവേറ്റീവ് cos 2t into 2 plus 2 root 2 derivative of cos t minus sin t into root of sin 2t. 2 ക്യാൻസൽ ചെയ്യാം. 2 root 2 കോമൺ ഫാക്ടർ root of sin 2tയിൽ LCM. അപ്പോൾ ഇങ്ങനെ എഴുതാമല്ലോ. ന്യൂമറേറ്റർ നോക്കൂ. cos a cos b minus sin a sin b എന്ന രീതിയിലല്ലേ? അപ്പോൾ എന്താണ്? cos a plus b.
അപ്പോൾ cos 3t. അപ്പോൾ ഈക്വൽസ് 2 റൂട്ട് 2 cos 3t ബൈ റൂട്ട് ഓഫ് സൈൻ 2t. ഇതുപോലെ പയ്യും ചെയ്യാം. dy ബൈ dt ഈക്വൽസ് 2 റൂട്ട് 2 sin t ബൈ 2 റൂട്ട് ഓഫ് സൈൻ 2t cos 2t ഇൻറ്റു 2 പ്ലസ് 2 റൂട്ട് 2 cos t റൂട്ട് ഓഫ് സൈൻ 2t. 2 ക്യാൻസൽ ചെയ്തു. ഇനി 2 റൂട്ട് 2 ഇൻറ്റു സൈൻ t cos 2t പ്ലസ് cos t sin 2t ബൈ റൂട്ട് ഓഫ് സൈൻ 2t. ഇവിടെ ന്യൂമറേറ്റർ എങ്ങനെയാണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ സൈൻ എ പ്ലസ് ബി എന്ത് കിട്ടി? സൈൻ 3t. അപ്പോൾ 2 റൂട്ട് 2 സൈൻ 3t ബൈ റൂട്ട് ഓഫ് സൈൻ 2t. dx ബൈ ഡിറ്റിയും dy ബൈ ഡിറ്റിയും കിട്ടി. ഇനി dy ബൈ dx കാണാം. dy ബൈ dx ഈക്വൽസ് dy ബൈ dt ബൈ dx ബൈ dt അല്ലേ? അപ്പോൾ 2 റൂട്ട് 2 സൈൻ 3t ബൈ 2 റൂട്ട് 2 കോസ് 3t ഈക്വൽസ് ടാൻ 3t. അറ്റ് t ഈക്വൽസ് പൈ ബൈ 4 dy ബൈ dx എന്താവും? ടാൻ 3 പൈ ബൈ 4. ടാൻ 3 പൈ ബൈ 4 എത്ര? -1. ഇനി d സ്ക്വയർ y ബൈ dx സ്ക്വയർ കാണാം. d സ്ക്വയർ y ബൈ dx സ്ക്വയർ ഈക്വൽസ് c സ്ക്വയർ 3t ഇൻറ്റു 3 ഇൻറ്റു dt ബൈ dx. dx ബൈ dt അറിയാലോ. അപ്പോൾ c സ്ക്വയർ 3t ഇൻറ്റു 3 ഇൻറ്റു റൂട്ട് ഓഫ് സൈൻ 2t ബൈ 2 റൂട്ട് 2 കോസ് 3t. ഇവിടെയും t ഈക്വൽസ് പൈ ബൈ 4 കൊടുക്കാം. അപ്പോൾ c 3 പൈ ബൈ 4 ഈക്വൽസ് മൈനസ് റൂട്ട് 2. Therefore c square 3 pi by 4 equals 2. Cos 3 pi by 4 equals minus 1 by root 2. Sin 2 pi by 4 equals sin pi by 2 equals 1. അപ്പോൾ എന്ത് കിട്ടും? -3. ഇനി 1 പ്ലസ് dy ബൈ dx ഹോൾ സ്ക്വയർ ബൈ d സ്ക്വയർ y ബൈ dx സ്ക്വയർ ഈക്വൽസ് 1 പ്ലസ് -1 ഹോൾ സ്ക്വയർ ബൈ -3. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽസ് -2/3. ആൻസർ -2/3.